എയ്ഡഡ് സ്കൂൾ അധ്യാപികയുടെ മരണത്തിൽ വിശദീകരണവുമായി താമരശ്ശേരി അതിരൂപത മാനേജ്മെന്റ്. നിയമനത്തിനായി പണം വാങ്ങിയിട്ടില്ല. മാനേജ്മെന്റ് താൽക്കാലിക ധനസഹായം നൽകിയിരുന്നുവെന്നും വിശദീകരണം. അലീന ബെന്നിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന്. വിശാഖപട്ടണം ചാരക്കേസിൽ മലയാളിയടക്കം 3 പേർ അറസ്റ്റിൽ. പിടിയിലായത് മലയാളിയായ PA അഭിലാഷ്. കേസ് നാവികസേനയുടെ സുപ്രധാന വിവരങ്ങൾ പാക് ചാര സംഘടനയ്ക്ക് കൈമാറിയതിൽ. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ എറണാകുളം RTOക്കെതിരെ കൂടുതൽ അന്വേഷണത്തിന് വിജിലൻസ്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന് കണ്ടെത്തൽ. TM ജേഴ്സന്റെ വീട്ടിൽ നിന്ന് പിടിച്ചത് മദ്യക്കുപ്പികളും പണവും. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മുഷ്ടി ചുരുട്ടി തെരുവിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ ആണോ ഇത്തരം സമൂഹത്തിലെ വലിയ മഹനീയ സ്ഥാനങ്ങൾ വഹിക്കുന്നവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നമ്മൾ നല്ല വാക്കുകൾ കൊണ്ട് തിരുത്തിക്കാലോ. ബിഷപ്പുമാർക്കെതിരെ വിമർശനവുമായി വീണ്ടും മന്ത്രി AK ശശീന്ദ്രൻ. രാഷ്ട്രീയക്കാർ മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ ബിഷപ്പുമാർ സംസാരിക്കരുത്. ബിഷപ്പുമാരുടേത് സ്വാധീനമുറപ്പിക്കാനുള്ള മത്സരത്തിന്റെ ഭാഗമെന്നും മന്ത്രി. അതിരപ്പള്ളിയിലെ ആനയുടെ ആരോഗ്യനിലയിൽ ആശങ്ക. 30% മാത്രം അതിജീവന സാധ്യത കൽപ്പിച്ച് ഡോക്ടർമാർ. കോടനാട്ട് ചികിത്സയിലുള്ള ആന തീറ്റയെടുക്കുന്നു. 1.5 മാസം ചികിത്സ വേണ്ടിവരുമെന്ന് ഡോക്ടർമാർ. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ അതൃപ്തി തുടർന്ന ലീഗ്. ഹൈക്കമാൻഡിനെ നേരിൽ കണ്ട് പരാതി പറയാൻ നീക്കം. കോൺഗ്രസിലെ തർക്കങ്ങൾ UDFന്റെ സാധ്യതകളെ ബാധിക്കുമെന്ന് ലീഗിന് ആശങ്ക. ഡൽഹിയുടെ 9ാമത് മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 11 മണിക്ക് രാംലീല മൈതാനത്ത് ചടങ്ങ്. പ്രധാനമന്ത്രി അടക്കം പങ്കെടുക്കും. ആശാവർക്കർമാരുടെ സമരം 11ാം ദിവസത്തിലേക്ക്. സെക്രട്ടേറിയറ്റ് പടിക്കൽ മഹാസംഗമം. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന കടുത്ത നിലപാടിൽ സംഘടന. യുക്രൈനും പ്രസിഡന്റ് സെലൻസ്കിക്കുമെതിരെ ഡൊണാൾഡ് ട്രംപ്. സെലൻസ്കി നയതന്ത്രജ്ഞത ഇല്ലാത്ത നേതാവ്. യുദ്ധം ഒഴിവാക്കാൻ കഴിയാതിരുന്നതിന് കാരണക്കാരൻ സെലൻസ്കി എന്നും അമേരിക്കൻ പ്രസിഡന്റ്.